ഈശ്വരൻ അവതരിച്ചു ആത്മാക്കൾക്കാനന്ദം പകർന്നിടുവാൻ. ഈശ്വരൻ അവതരിച്ചു ആത്മാക്കൾക്കാനന്ദം പകർന്നിടുവാൻ. ഈശ്വരൻ അവതരിച്ചു. ഓരോ യുഗങ്ങളിൽ താൻ അവതരിച്ചറിവുകൾ ഉപദേശിച്ചു. ഓരോ യുഗങ്ങളിൽ താൻ അവതരിച്ചറിവുകൾ ഉപദേശിച്ചു. അറിവിന്റെ പൂർണ്ണരൂപം അവതാരരൂപമായി വാഴുന്നുണ്ട്. അവതാരരൂപമായി വാഴുന്നുണ്ട്. ഈശ്വരൻ അവതരിച്ചു ആത്മാക്കൾക്കാനന്ദം പകർന്നിടുവാൻ. ഈശ്വരൻ അവതരിച്ചു. ആശയറ്റോരാത്മാക്കളിൽ ആശ്വാസം അനുഭവമാക്കിയിടുന്നു. ആശയറ്റോരാത്മാക്കളിൽ ആശ്വാസം അനുഭവമാക്കിയിടുന്നു. ഗാത്രമാം ക്ഷേത്രമതിൽ ആരാധ്യബിംബമായി സ്ഥിതി ചെയ്യുന്നു. ആരാധ്യബിംബമായി സ്ഥിതി ചെയ്യുന്നു. ഈശ്വരൻ അവതരിച്ചു ആത്മാക്കൾക്കാനന്ദം പകർന്നിടുവാൻ. ഈശ്വരൻ അവതരിച്ചു ആത്മാക്കൾക്കാനന്ദം പകർന്നിടുവാൻ. ഈശ്വരൻ അവതരിച്ചു. ശുഭാനന്ദമാത്മാവിൽ ദിനം തോറും വാഴട്ടെ. ശുഭാനന്ദമാത്മാവിൽ ദിനം തോറും വാഴട്ടെ. ഭേദബുദ്ധി മാറട്ടെ. ആത്മബോധം വാഴട്ടെ. സത്യധർമ്മം പുലർത്തി നിത്യശാന്തി കാണട്ടെ. ഉൾക്കുരുന്നിൽ ശുഭാനന്ദം തുള്ളിക്കളിച്ചിടട്ടെ. ഭക്തരായി തീരുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക. സദ്ഗതിക്കു മാർഗദീപം സദ്ഗുരുവായി കാണുക. സദ്ഗതിക്കു മാർഗദീപം സദ്ഗുരുവായി കാണുക. ഗ്രന്ഥത്തിൽ കൂടി ഞാൻ
കണ്ടവനല്ല നീ ഹൃദയത്തിൽ കൂടി കണ്ടവൻ ഞാൻ. ഗന്ധത്തിൽ കൂടി ഞാൻ കണ്ടവനല്ല നീ ഹൃദയത്തിൽ കൂടി കണ്ടവൻ ഞാൻ. ഹൃദയത്തിൽ കൂടി കണ്ടവനാകയാ ഹൃദയത്തിൽ കൂടി കണ്ടവനാകയാ ഹൃദയം കൊണ്ടു ഞാൻ ആരാധിക്കും. ഹൃദയം കൊണ്ടു ഞാൻ ആരാധിക്കും. ഗ്രന്ഥത്തിൽ കൂടി ഞാൻ കണ്ടവനല്ല നീ ഹൃദയത്തിൽ കൂടി കണ്ടവൻ ഞാൻ. സത്യസ്വരൂപമേ നീ താനെനിക്കുള്ളൂ. നിത്യവും അങ്ങേ ഞാൻ ആരാധിക്കും. സത്യസ്വരൂപമേ നീ താനെനിക്കുള്ളൂ. നിത്യവും അങ്ങേ ഞാൻ ആരാധിക്കും. കഷ്ടങ്ങളേറുന്ന കാലത്തു നീ എൻ്റെ രക്ഷകനായിട്ട് നിൽക്കുന്നുണ്ട്. രക്ഷകനായിട്ട് നിൽക്കുന്നുണ്ട്. ഗ്രന്ഥത്തിൽ കൂടി ഞാൻ കണ്ടവനല്ല നീ ഹൃദയത്തിൽ കൂടി കണ്ടവൻ ഞാൻ. ജീവിത ദുഃഖത്തിൽ നിന്നെന്നെ രക്ഷിച്ചിടുന്നതും നീതാനല്ലോ. ഈ ലോക ജീവിത ദുഃഖത്തിൽ നിന്നെന്നെ രക്ഷിച്ചിടുന്നതും നീതാനല്ലോ. ആദിയുമന്തവും അഖിലവും നീ തന്നെ. നിന്നെ ഒഴിച്ചൊന്നും ഇല്ലീ ഭൂവിൽ. നിർമ്മല രൂപനേ സദ്ഗുണമൂർത്തിയേ നിർമ്മലരിൽ നിത്യവും വാഴുന്നോനേ. ഗ്രന്ഥത്തിൽ കൂടി ഞാൻ കണ്ടവനല്ല നീ ഹൃദയത്തിൽ കൂടി കണ്ടവൻ ഞാൻ. ആരിലും വാഴുന്നോൻ ആരും വാഴ്ത്തിയിടുന്നോരാനന്ദമൂർത്തിയെ വന്ദിക്കുന്നേ. ആരിലും വാഴുന്നോൻ ആരും വാഴ്ത്തിയിടുന്നോരാനന്ദമൂർത്തിയെ വന്ദിക്കുന്നേ. പാപമറിയാത്ത പരിശുദ്ധ രൂപനെ പരിപൂർണമായി ഞാൻ വന്ദിക്കുന്നേ. പരിപൂർണമായി ഞാൻ വന്ദിക്കുന്നേ. ഗ്രന്ഥത്തിൽ കൂടി ഞാൻ കണ്ടവനല്ല നീ ഹൃദയത്തിൽ കൂടി കണ്ടവൻ ഞാൻ. ഹൃദയത്തിൽ കൂടി കണ്ടവനാകയാൽ ഹൃദയത്തിൽ കൂടി
കണ്ടവനാകയാൽ ഹൃദയം കൊണ്ടു ഞാൻ ആരാധിക്കും. ഹൃദയം കൊണ്ടു ഞാൻ ആരാധിക്കും. ആത്മാവിനീ ഭൂവിൽ ബന്ധമില്ല, സ്വന്ത ദേഹവുമായൊരു ബന്ധമില്ല. ആത്മാക്കൾ തമ്മിലേ ബന്ധമുള്ളൂ, പരമാത്മാവുമായുള്ളൊരാത്മബന്ധം. ആത്മാവിനീ ഭൂവിൽ ബന്ധമില്ല, സ്വന്ത ദേഹവുമായൊരു ബന്ധമില്ല. ആത്മാക്കൾ തമ്മിലേ ബന്ധമുള്ളൂ, പരമാത്മാവുമായുള്ളൊരാത്മബന്ധം. ദേഹവും ലോകവും വിട്ടുപോയാൽ ആരും ആത്മസ്വരൂപനിൽ ചെന്നുചേരും. ദേഹവും ലോകവും വിട്ടുപോയാൽ ആരും ആത്മസ്വരൂപനിൽ ചെന്നുചേരും. ബ്രഹ്മസ്വരൂപത്തിലെത്തുന്നതിന് സത്കർമ്മങ്ങൾ ചെയ്യണം മർത്യലോകം. ബ്രഹ്മസ്വരൂപത്തിലെത്തുന്നതിന് സത്കർമ്മങ്ങൾ ചെയ്യണം മർത്യലോകം. കർമ്മങ്ങൾ ചെയ്യണം മർത്യലോകം, സത്കർമ്മങ്ങൾ ചെയ്യണം മർത്യലോകം. ആത്മാവിനീ ഭൂവിൽ ബന്ധമില്ല, സ്വന്ത ദേഹവുമായൊരു ബന്ധമില്ല. ആത്മാക്കൾ തമ്മിലേ ബന്ധമുള്ളൂ, പരമാത്മാവുമായുള്ളൊരാത്മബന്ധം. ലോകസുഖങ്ങൾ നശിക്കുന്നതു കണ്ടിട്ടാരുമൊട്ടും ക്ലേശിക്കേണ്ടതില്ല. ലോകസുഖങ്ങൾ നശിക്കുന്നതു കണ്ടിട്ടാരുമൊട്ടും ക്ലേശിക്കേണ്ടതില്ല. ആത്മനാഥൻ വന്നുണർത്തുമീ നിങ്ങൾക്ക് ആനന്ദ ചൈതന്യം തന്നുകൊള്ളും. ആത്മനാഥൻ വന്നുണർത്തുമീ നിങ്ങൾക്ക് ആനന്ദ ചൈതന്യം തന്നുകൊള്ളും. ആനന്ദ ചൈതന്യം തന്നുകൊള്ളും, നാഥനാനന്ദ ചൈതന്യം തന്നുകൊള്ളും. ആത്മാവിനീ ഭൂവിൽ ബന്ധമില്ല, സ്വന്ത ദേഹവുമായൊരു ബന്ധമില്ല. ആത്മാക്കൾ തമ്മിലേ ബന്ധമുള്ളൂ, പരമാത്മാവുമായുള്ളൊരാത്മബന്ധം. ശാശ്വതമായുള്ളൊരാനന്ദരൂപന് ദുഃഖമെന്നൊന്നുമേ കാണുകില്ല. ശാശ്വതമായുള്ളൊരാനന്ദരൂപന് ദുഃഖമെന്നൊന്നുമേ കാണുകില്ല. നിത്യനീരാമയൻ കുടികൊള്ളും ആത്മാവിൽ ദുഃഖമെന്നൊന്നുമേ കാണുകില്ല. നിത്യനീരാമയൻ കുടികൊള്ളും ആത്മാവിൽ ദുഃഖമെന്നൊന്നുമേ കാണുകില്ല. ദുഃഖമെന്നൊന്നുമേ കാണുകില്ല, ദുഃഖമെന്നൊന്നുമേ കാണുകില്ല. ആത്മാവിനീ ഭൂവിൽ ബന്ധമില്ല, സ്വന്ത ദേഹവുമായൊരു ബന്ധമില്ല.
ആത്മാക്കൾ തമ്മിലെ ബന്ധമുള്ളു പരമാത്മാവുമായുള്ളൊരാത്മബന്ധം. ആത്മാവിനീ ഭൂവിൽ ബന്ധമില്ല, സ്വന്ത ദേഹവുമായൊരു ബന്ധമില്ല. ആത്മാക്കൾ തമ്മിലെ ബന്ധമുള്ളു പരമാത്മാവുമായുള്ളൊരാത്മബന്ധം, പരമാത്മാവുമായുള്ളൊരാത്മബന്ധം. ആദിവേദമാദിയിൽ ബോധത്തിൽ നിന്നു പിറന്നു, ഭേദമറ്റ ബോധത്തെ വേദമായി കാണണം. ആദിവേദമാദിയിൽ ബോധത്തിൽ നിന്നു പിറന്നു, ഭേദമറ്റ ബോധത്തെ വേദമായി കാണണം. വേദഗ്രന്ഥം വായിച്ചിടിൽ പാപരാത്രി മാറുമോ? ഭേദബുദ്ധി മാറിടാതെ വേദാന്തിയായി തീരുമോ? ഭേദമറ്റ വേദരൂപൻ സർവലോകകാരകൻ, ഉള്ളിലുള്ള ഗ്രന്ഥമതിൽ വേദസാരം ചേർക്കുന്നു. ആദിവേദമാദിയിൽ ബോധത്തിൽ നിന്നു പിറന്നു, ഭേദമറ്റ ബോധത്തെ വേദമായി കാണണം. ദൈവമേകൻ ഏകരൂപൻ പലതില്ലെന്നതോർക്കണം. ഭഗവാൻ കൃഷ്ണൻ, രാമചന്ദ്രൻ, നബിയും ക്രിസ്തുദേവനും, ബുദ്ധദേവൻ, ജൈനദേവൻ, എല്ലാം എല്ലാം ഒന്നല്ലോ. അജ്ഞാനം മാറുമ്പോൾ ഈ പരമാർത്ഥം തെളിയുന്നു. ആദിവേദമാദിയിൽ ബോധത്തിൽ നിന്നു പിറന്നു, ഭേദമറ്റ ബോധത്തെ വേദമായി കാണണം. സത്യമൊന്നാണല്ലോ ദൈവവാഴ്ച കാട്ടുന്നു. പുൽത്തുരുമ്പിലും പരമാണുവിലും ദൈവവാഴ്ച കാണുന്നു. കണ്ടതെല്ലാം ദൈവമാക്കാൻ വെമ്പി നമ്മളോടുമ്പോൾ സൃഷ്ടികർത്താവേദരൂപൻ നമ്മിൽ കുടികൊള്ളുന്നു. ആദിവേദമാദിയിൽ ബോധത്തിൽ നിന്നു പിറന്നു, ഭേദമറ്റ ബോധത്തെ വേദമായി കാണണം. ആദിവേദമാദിയിൽ ബോധത്തിൽ നിന്നു പിറന്നു, ഭേദമറ്റ ബോധത്തെ വേദമായി കാണണം. കരുണയുള്ള ദൈവമേ, കനിവായി
നോക്കി കരഞ്ഞിടുന്നു. കരുണയുള്ള ദൈവമേ കനിയണമേ നാഥനേ, അഗതികളാം അടിയങ്ങൾക്കായി അങ്ങല്ലാതില്ലാരുമേ. കരുണയുള്ള ദൈവമേ മനോസുഖമെന്നും മനുഷ്യനിൽ കണ്ടാൽ മനനം ചെയ്യാതിരിക്കുകയില്ല. മനോസുഖമെന്നും മനുഷ്യനിൽ കണ്ടാൽ മനനം ചെയ്യാതിരിക്കുകയില്ല. മനസ്സിന്റെ അതിസുഖം അനുഭവമായാൽ മനസ്സിന്റെ അതിസുഖം അനുഭവമായാൽ ജീവിതം എത്രയോ ധന്യമായി തീരും. ജീവിതം എത്രയോ ധന്യമായി തീരും. അളവും അതിർത്തിയുമില്ലാത്ത സുഖത്തെ അനുഭവമാക്കിയ പരമാത്മാവേ, അളവുമതിർത്തിയുമില്ലാത്ത സുഖത്തെ അനുഭവമാക്കിയ പരമാത്മാവേ, ഗുരുവരനരുളുന്ന തിരുവചനങ്ങൾ അനുഷ്ഠിച്ചാൽ അനുദിനം സുഖം ലഭിച്ചിടും. അനുഷ്ഠിച്ചാൽ അനുദിനം സുഖം ലഭിച്ചിടും. സുഖത്തിൻ്റെ ഇരിപ്പിടം ഗുരുവിലെന്നറിഞ്ഞാൽ ഗുരുപാദം നമിക്കുന്നത് അതിസുഖം തന്നെ. സുഖത്തിൻ്റെ ഇരിപ്പിടം ഗുരുവിലെന്നറിഞ്ഞാൽ ഗുരുപാദം നമിക്കുന്നത് അതിസുഖം തന്നെ. അടിയുറച്ചറിവിൽ തന്നനുസരിക്കുമ്പോൾ
അനുഭവം മാറ്റമില്ലാതകതാരിൽ കാണാം. അടിയുറച്ചറിവിൽ തന്നനുസരിക്കുമ്പോൾ അനുഭവം മാറ്റമില്ലാതകതാരിൽ കാണാം. മനോസുഖമെന്നും മനുഷ്യനിൽ കണ്ടാൽ മനനം ചെയ്യാതിരിക്കുകയില്ല. മനസ്സിൻ്റെ അതിസുഖം അനുഭവമായാൽ ജീവിതം എത്രയോ ധന്യമായി തീരും. ജീവിതം എത്രയോ ധന്യമായി തീരും. മാനസരാകാതെ വഞ്ചിതരായി പോകാളേ. വഞ്ചിതരായി പോകാതെ പതരാതുള്ള ചിന്തയിലും പരമാനന്ദം പ്രാപിച്ചു. പതരാതുള്ള ചിന്തയിലും പരമാനന്ദം പ്രാപിച്ചു. പരമാത്മാവിൻ സത്യത്തെ പരിചോടെന്നും പാലിക്ക. പരമാത്മാവിൻ സത്യത്തെ പരിചോടെന്നും പാലിക്ക. ചഞ്ചലമാനസരാകാതെ വഞ്ചിതരായി പോകാതെ പാപം തീർന്നവരാകേണം പരിശുദ്ധരായി തീരണം. പാപം തീർന്നവരാകേണം പരിശുദ്ധരായി തീരണം. പരലോകത്തിനു വാഴ്ച തന്നെ ഈ ലോകത്തിൽ കാണണം. പരലോകത്തിനു വാഴ്ച തന്നെ ഈ ലോകത്തിൽ കാണണം. ചഞ്ചലമാനസരാകാതെ വഞ്ചിതരായി പോകാതെ
എന്തിന് ചഞ്ചലമാനസരാഗാരേ വഞ്ചിതരായി പോകാതെ ത്യാഗികളായതും എന്തിന് ത്യാഗകർമ്മവും എന്താണ് ത്യാഗികളായതും എന്തിന് ത്യാഗകർമ്മവും എന്താണ് പരലോകത്തെ പ്രാപിക്കാത്ത ത്യാഗകർമ്മവും എന്താണ് പരലോകത്തെ പ്രാപിക്കാത്ത ത്യാഗകർമ്മവും എന്താണ് ചഞ്ചലമാനസരാഗാരേ വഞ്ചിതരായി പോകാതെ സച്ചിന്മയനാം സദ്ഗുരുരൂപം വിളയാടേണം ആത്മാവിൽ സച്ചിന്മയനാം സദ്ഗുരുരൂപം വിളയാടേണം ആത്മാവിൽ ചഞ്ചലമാനസരാഗാരേ വഞ്ചിതരായി പോകാതെ നാം ആരുമന്യരല്ല ആത്മാവിലൊന്നു തന്നെ നാമാരുമന്യരല്ല ആത്മാവിലൊന്നു തന്നെ ആത്മാക്കൾ ആരാധിക്കും ഈശ്വരനൊന്നു തന്നെ ആത്മാക്കൾ ആരാധിക്കും ഈശ്വരനൊന്നു തന്നെ അന്യമായൊന്നുമില്ല ഒന്നായിരുന്നതാണ് അന്യമായൊന്നുമില്ല ഒന്നായിരുന്നതാണ് ജന്മൊടുങ്ങി അന്ത്യം ഒന്നായി ചേരേണ്ടത് ജന്മമൊടുങ്ങി അന്ത്യം ഒന്നായി ചേരേണ്ടത് നാം ആരുമന്യരല്ല ആത്മാവിലൊന്നു തന്നെ ആത്മാക്കൾ ആരാധിക്കും ഈശ്വരനൊന്നു തന്നെ മായാബന്ധങ്ങൾ കൊണ്ട് പലതായി തോന്നിയിടുന്നു മായാബന്ധങ്ങൾ കൊണ്ട് പലതായി തോന്നിയിടുന്നു മായ മാറി കിട്ടുമ്പോൾ ഒന്നായി തീർന്നിടുന്നു മായ മാറി കിട്ടുമ്പോൾ ഒന്നായി തീർന്നിടുന്നു നാം ആരുമന്യരല്ല ആത്മാവിലൊന്നു തന്നെ ആത്മാക്കൾ ആരാധിക്കും ഈശ്വരനൊന്നു തന്നെ ആത്മാക്കൾ ആരാധിക്കും ഈശ്വരനൊന്നു തന്നെ ഈ
ഈശ്വരനാത്മാവിൽ വാസമായാൽ അന്ധതയാകെയില്ലാതെയാകും. ഈശ്വരനാത്മാവിൽ വാസമായാൽ അന്ധതയാകെയില്ലാതെയാകും. ബന്ധുവാവീശ്വരൻ അന്തരംഗേ വാസം ചെയ്തിടുവാൻ പ്രാർത്ഥിക്കുക. ബന്ധുവാമീശ്വരൻ അന്തരംഗേ വാസം ചെയ്തിടുവാൻ പ്രാർത്ഥിക്കുക. ആത്മാവിന്റെ സുഖം നൽകിടുവാൻ ആത്മനാഥനല്ലാതാരുമില്ല. ആത്മാവിന്റെ സുഖം നൽകിടുവാൻ ആത്മനാഥനല്ലാതാരുമില്ല. ആർത്തിയോടെ വരും പ്രാർത്ഥിക്കുമ്പോൾ ആത്മനാഥനുള്ളിൽ വാസമാകും. ആർത്തിയോടെ വരും പ്രാർത്ഥിക്കുമ്പോൾ ആത്മനാഥനുള്ളിൽ വാസമാകും. മാറാത്ത ബാധകൾ മാറിപ്പോകൂ, തീരാത്ത ദോഷങ്ങൾ തീർന്നു പോകും. മാറാത്ത ബാധകൾ മാറിപ്പോകും, തീരാത്ത ദോഷങ്ങൾ തീർന്നു പോകും. മാന്ത്രികവും വേണ്ട മാന്ത്രികനും വേണ്ട, തീരാത്ത ദോഷങ്ങൾ തീർന്നു പോകും. മാന്ത്രികവും വേണ്ട മാന്ത്രികനും വേണ്ട, തീരാത്ത ദോഷങ്ങൾ തീർന്നു പോകും. സൂര്യനുദിച്ചു പ്രകാശിക്കുമ്പോൾ സൂര്യരുൾ പാടെ ഇല്ലാതെയാകും. സൂര്യനുദിച്ചു പ്രകാശിക്കുമ്പോൾ കൂരിരുൾ പാടെ ഇല്ലാതെയാകും. കൂടാകോടി വിളക്കുണ്ടെന്നാലും കൂരിരുൾ പാടെ മാറുന്നതില്ല. കൂടാകോടി വിളക്കുണ്ടെന്നാലും കൂരിരുൾ പാടെ മാറുന്നതില്ല. ഏകനാം സൂര്യനുദിച്ചിടുമ്പോൾ കൂരിരുളാകെ ഇല്ലാതെയാകും. ഏകനാം സൂര്യനുദിച്ചിടുമ്പോൾ കൂരിരുളാകെ ഇല്ലാതെയാകും. ഈശ്വരനാത്മാവിൽ വാസമായാൽ അന്ധതയാകെയില്ലാതെയാകും. ബന്ധുവാമീശ്വരൻ അന്തരംഗേ വാസം ചെയ്തിടുവാൻ പ്രാർത്ഥിക്കുക. ബന്ധുവാമി
ചെയ്തിടുവാൻ പ്രാർത്ഥിക്കുക. സത്യം ജയിക്കട്ടെ, ധർമ്മം പുലരട്ടെ, ആത്മാക്കൾ ശാന്തിയായി ലോകത്തിൽ വാഴട്ടെ. ഈശ്വരനാത്മാവിൽ നിത്യം വസിക്കട്ടെ, ദുഃഖങ്ങൾ ഒഴിയട്ടെ, ആനന്ദം കാണട്ടെ. സത്യം ജയിക്കട്ടെ, ധർമ്മം പുലരട്ടെ, ആത്മാക്കൾ ശാന്തിയായി ലോകത്തിൽ വാഴട്ടെ. ഈശ്വരനാത്മാവിൽ നിത്യം വസിക്കട്ടെ, ദുഃഖങ്ങൾ ഒഴിയട്ടെ, ആനന്ദം കാണട്ടെ. സത്യം ജയിക്കട്ടെ. മാലിന്യ ചിന്തകൾ മനസ്സിൽ നിന്നും പാടെ ഒഴിയട്ടെ, മാലിന്യ ചിന്തകൾ മനസ്സിൽ നിന്നും പാടെ ഒഴിയട്ടെ. അന്ധത മാറ്റി അന്തരംഗത്തിൽ ബന്ധുവായി കൂടെ വസിക്കട്ടെ, ഈശ്വരൻ കൂടെ വസിക്കട്ടെ. സത്യം ജയിക്കട്ടെ, ധർമ്മം പുലരട്ടെ, ആത്മാക്കൾ ശാന്തിയായി ലോകത്തിൽ വാഴട്ടെ. സത്യം ജയിക്കട്ടെ. ഈശ്വരേച്ഛകൾ നാം ഈ ജന്മത്തിൽ ചെയ്തു തീർക്കണം, ഈശ്വരേച്ഛകൾ നാം ഈ ജന്മത്തിൽ ചെയ്തു തീർക്കണം. ഈശ്വരനാം ഖഡ്ഗി കലിസംഹാരകനായി ഉല്ലാസമാടട്ടെ, മോക്ഷം നൽകട്ടെ, ഏവർക്കും മോക്ഷം നൽകട്ടെ. സത്യം ജയിക്കട്ടെ, ധർമ്മം പുലരട്ടെ, ആത്മാക്കൾ ശാന്തിയായി ലോകത്തിൽ വാഴട്ടെ. ഈശ്വരനാത്മാവിൽ നിത്യം വസിക്കട്ടെ, ദുഃഖങ്ങൾ ഒഴിയട്ടെ, ആനന്ദം കാണട്ടെ. സത്യം ജയിക്കട്ടെ. കാർമുകിൽ വർണ്ണ കമല കണ്ണ എന്നിൽ വാഴണമേ. കണ്ണ കണ്ണ കാർമുകിൽ വർണ്ണ
കമല കണ്ണാ എന്നിൽ വാഴണമേ കണ്ണാ കാർമുകിൽ കണ്ണാ കാർമുകിൽ വന്നാ കമല കണ്ണാ എന്നിൽ വാഴണമേ കണ്ണാ കാർമുകിൽ വന്നാ വാഴുക 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 കണ്ണാ എന്നിൽ കളിയാടിയിടണമേ വാഴുക 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 കണ്ണാ തുള്ളി കളിയാടിയിടണമേ വാഴുക 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 കണ്ണാ തുള്ളി കളിയാടിയിടണമേ കണ്ണാ കാർമുകിൽ വന്നാ കമല കണ്ണാ എന്നിൽ വാഴണമേ കണ്ണാ ബ്രഹ്മജ്ഞാന തത്വങ്ങൾ ഗുരുവിനാൽ വെളിപ്പെട്ടു ബ്രഹ്മജ്ഞാന തത്വങ്ങൾ ഗുരുവിനാൽ വെളിപ്പെട്ടു ബ്രഹ്മജ്ഞാന ഗുരുവല്ലാതൊരുവനും തെളിയിപ്പാൻ കഴിവില്ല ഗുരുവല്ലാതൊരുവനും ബ്രഹ്മജ്ഞാന തത്വങ്ങൾ ഗുരുവിനാൽ വെളിപ്പെട്ടു ബ്രഹ്മജ്ഞാന ഗുരുവല്ലാതൊരുവനും തെളിയിപ്പാൻ കഴിവില്ല ആദിനാഥനല്ലാതെ അവതാരമാരുമില്ല ആദിനാഥനല്ലാതെ അവതാരമാരുമില്ല മാറി മാറി വരുന്നു നാമം പലതായി വന്നു മാറി മാറി വരുന്നു ആദിനാഥനല്ലാതെ അവതാരമാരുമില്ല മാറി മാറി വരുന്നു നാമം പലതായി വന്നു ബ്രഹ്മജ്ഞാന തത്വങ്ങൾ ഗുരുവിനാൽ വെളിപ്പെട്ടു ബ്രഹ്മജ്ഞാന ഗുരുവല്ലാതൊരുവനും തെളിയിപ്പാൻ കഴിവില്ല ലോകാരംഭകാലം മുതൽ അവതാരമായി വന്ന ആദിനാഥൻ ഓരോ യുഗങ്ങളിലെയും വ്യവസ്ഥ പ്രകാരം മർത്യലോകങ്ങളെ മോക്ഷമാക്കി നിയോഗമാക്കി തീർത്തിരുന്നു. ഓരോ യുഗങ്ങളുടെയും വ്യവസ്ഥ പ്രകാരം ആത്മലോകങ്ങളെ മോക്ഷമാക്കി നിയോഗമാക്കി തീർത്തിരുന്നു. അപ്രകാരം അവതാരം പൂണ്ട ജഗദീശ്വരൻ ആ ആദിനാഥൻ സമ്പൂർണ്ണ മോക്ഷത്തെ പ്രദാനം ചെയ്യുവാൻ സമ്പൂർണ്ണ അവതാരമായി വന്ന യുഗമാണ് കലിയുഗം. ആ കലിയുഗത്തിലാണ് നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ ജീവിതം ചെയ്യുന്നത്. ഈ ലോകം നരകമാണെന്നും ഇവിടെ ദുഃഖമുണ്ടെന്നും പലവിധത്തിലുള്ള ക്ലേശങ്ങളുണ്ടെന്നും രോഗപീഠകളുണ്ടെന്നും കർമ്മ വ്യവസ്ഥകളുണ്ടെന്നും കർമ്മഫലങ്ങളുണ്ടെന്നും എല്ലാം ഇന്ന് ആത്മബോധോദയ സംഘത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്.
എന്ന് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ഇത് ലോകത്തിൽ പലർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് ലോകത്തിൽ പലർക്കും അറിയാവുന്ന പഴയ ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിച്ചിട്ടുള്ളവർക്കും ഈ വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറെ അറിയാവുന്നതാണ്. പഴയ ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിച്ചിട്ടുള്ളവർക്കും ഈ വിധത്തിലുള്ള കുറെ കാര്യങ്ങൾ അറിയാവുന്ന. എന്നാൽ ഈ ദുഃഖത്തെ ഏശാതെ, ഈ ദുഃഖത്തിൽ അകപ്പെട്ടു പോകാതെ, ഈ ക്ലേശങ്ങളിൽ അകപ്പെട്ടു പോകാതെ, ഈ കർമ്മദോഷങ്ങളിൽ പെട്ടുപോകാതെ എങ്ങനെ ലോകത്തിൽ ജീവിക്കാമെന്ന് പുറം ലോകത്തിൽ ഗ്രന്ഥപാരായണം ചെയ്ത് ജീവിക്കുന്നവർക്ക് വലിയ നിശ്ചയമില്ല. ഞാൻ അവരെ ആക്ഷേപിക്കുവാൻ വേണ്ടി പറയുന്നതല്ല, ആരെയും ചെറുതാക്കിയിട്ട് എനിക്ക് വലുതാവാൻ പറയുന്നതുമല്ല. ഉള്ള കാര്യം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. കാരണം മുൻയുഗങ്ങളിലെ വ്യവസ്ഥകൾ അപ്പോഴപ്പോഴുള്ള യുഗത്തിൽ നിന്ന് നിയോഗമാക്കി തീർക്കാനായിരുന്നു. എന്നാൽ കലിയുഗത്തിൽ അങ്ങനെയല്ല. സമ്പൂർണ്ണ മോക്ഷം ദാനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്ലേശങ്ങളും ഈ ഭാരങ്ങളും ഒക്കെ ആത്മാവിൽ ഭവിക്കാതെ, പാപബന്ധനങ്ങളിൽ പോകാതെ പരിശുദ്ധമായ ജീവിതം ചെയ്തെങ്കിലേ പരമാത്മാവിലേക്ക് വിലയം പ്രാപിക്കുവാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് സത്യം. ആ പരമാത്മാവിലേക്ക് വിലയം പ്രാപിക്കുവാനുള്ള പരിശുദ്ധ ജ്ഞാനം എവിടെ നിന്ന് കിട്ടും എന്ന് അന്വേഷിച്ച് നടക്കുകയാണ് ഇപ്പോൾ ആത്മലോകം. ആത്മബോധോദയ സംഘാംഗങ്ങളോ ഇതിന്റെ വില അറിയാതെ, ഇതിന്റെ വ്യവസ്ഥകൾ പൂർണ്ണമായി അറിയാതെ അവരവരുടേതായി വെച്ച് അനുഭവിക്കുന്നത് എന്താണ്? ഈ സർവദോഷങ്ങളും തീർത്ത് മോക്ഷം തരുന്ന ജന്മാന്തര ജ്ഞാനമാണ്. ആ ജന്മാന്തര ജ്ഞാനത്തെ ഉപേക്ഷ കൂടാതെ ഏവർക്കും ദാനം ചെയ്യുന്നതിന് വേണ്ടി ഉടലോടുകൂടി ഈ ലോകത്തിൽ വാഴുന്ന ഗുരുവിനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ട് എപ്പോഴും വാഴ്ത്തുന്നത്. ആ ഗുരു എന്തിനു വേണ്ടി വന്നതാണ്? ജന്മാന്തര ജ്ഞാനം നൽകാൻ ജന്മി വന്നല്ലോ. ഓ ജന്മാന്തര ജ്ഞാനം നൽകാൻ ജന്മി വന്നല്ലോ. ജന്മപാപം കർമ്മദോഷം തീർത്തു രക്ഷിപ്പാൻ ജീവനാഥനെ, എന്റെ ആത്മജീവനെ, ജീവനാശം തീർത്തു എന്നെ വീണ്ടെടുത്തോനേ. ഓ ജന്മാന്തരജ്ഞാനത്തിന്റെ ജന്മിയായ ജഗദീശ്വരൻ അവതാരമായി വന്ന് ജന്മാന്തരജ്ഞാനം ഉപദേശിക്കുമ്പോൾ ഇത് കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ചവർ ആരാണ്? ആത്മബോധോദയ സംഘാംഗങ്ങളായി ജീവിക്കുന്നവരാണ്. നിങ്ങൾ ഇനിയും ചിന്തിക്കേണ്ടത് എന്താണ്? ഈ കേട്ട കാര്യത്തിന്റെ വില എന്താണ്, നില എന്താണ് എന്നുള്ളതാണ്. ഈ ജന്മാന്തരജ്ഞാനം എന്ന നാമത്തിൽ നിങ്ങൾക്ക് തരുന്ന ഈ അറിവ് സമ്പൂർണ്ണ മോക്ഷത്തിനുള്ള ഏക വഴിയാണെന്നുള്ള സത്യം ആദ്യം തിരിച്ചറിയണം. മറ്റൊരു വഴി ഇല്ല എന്നുള്ളതറിയണം. മോക്ഷത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ ദർശനം ചെയ്യുന്നുണ്ട്, പല തീർത്ഥാടനം നടക്കുന്നുണ്ട്. എന്നാൽ സമ്പൂർണ്ണ മോക്ഷത്തിനുള്ള സമ്പൂർണ്ണ ജ്ഞാനത്തെ ആ നാവുകൊണ്ട് പറഞ്ഞു ബോധിപ്പിച്ചുകൊണ്ട് ഇന്നും ലോകത്തിൽ വാഴുന്നത് ശുഭാനന്ദ ഗുരുവാണ്. മാറ്റമില്ലാതെ, മരണമില്ലാതെ ലോകാന്ത്യം വരെയുള്ള ഭക്തലോകത്തിന് നിത്യമോക്ഷത്തിനുള്ള നിത്യവഴിയെ, ഏകവഴിയെ, സത്യവഴിയെ, ബോധവഴിയെ, ജ്ഞാനവഴിയെ, കർമ്മവഴിയെ, ഭക്തി വഴിയെ, യോഗ വഴിയെ എല്ലാം ഓതി ഭവിപ്പിക്കുവാൻ ആ
മരണവും മാറ്റവും ഇല്ലാത്ത ജഗദീശ്വരൻ ലോകത്തിൽ വാഴുകയാണ്. മരണവും മാറ്റവും ഇല്ലാത്ത ജഗദീശ്വരൻ ലോകത്തിൽ വാഴുകയാണ്. ഇതൊരു കെട്ടുകഥ പോലെ കേൾക്കുവാനോ തമാശ പറഞ്ഞ് ചിരിക്കുവാനോ ഉള്ളതല്ല. ഒരു കെട്ടുകഥ പോലെ കേൾക്കുവാനോ തമാശ പറഞ്ഞ് ചിരിക്കുവാനോ ഉള്ളതല്ല. ആത്മാവിന്റെ ഗതിവിഗതികളെ ആത്മാവ് തന്നെ അറിഞ്ഞ്, ആത്മാവിന്റെ ഗതിവിഗതികളെ ആത്മാവ് തന്നെ അറിഞ്ഞ്, ആത്മബോധം ആത്മാവിൽ ഉദിക്കുവാനുള്ള മാർഗമാണ് ജന്മാന്തര ജ്ഞാനോപദേശം. ആത്മബോധം ആത്മാവിൽ ഉദിക്കുവാനുള്ള മാർഗമാണ് ജന്മാന്തര ജ്ഞാനോപദേശം. ആ ജന്മാന്തര ജ്ഞാനോപദേശം കിട്ടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആ ജന്മാന്തര ജ്ഞാനോപദേശം കിട്ടിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ, ഈ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ, സത്യമായ നിയമങ്ങളെ കൃത്യമായി പാലിച്ചുകൊണ്ട്, സത്യമായ നിയമങ്ങളെ കൃത്യമായി പാലിച്ചുകൊണ്ട് എന്നും ജീവിക്കുവാൻ വേണ്ടി എന്നും ജീവിക്കുവാൻ വേണ്ടി ദൈവം രൂപപ്പെടുത്തിയ വ്യവസ്ഥയാണ് ആത്മബോധോദയ സംഘത്തിലെ നിയമങ്ങൾ. ദൈവം രൂപപ്പെടുത്തിയ വ്യവസ്ഥയാണ് ആത്മബോധോദയ സംഘത്തിലെ ഈ നിയമങ്ങൾ. 12 വെള്ളിയാഴ്ച വ്രതവും ഈ 12 വെള്ളിയാഴ്ച വ്രതവും ഇതിന്റെ സമാപനമായി നടക്കുന്ന ഈ തീർത്ഥാടനവും ഇതിന്റെ സമാപനമായി നടക്കുന്ന ഈ തീർത്ഥാടനം അറിവോടുകൂടി ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും എന്താണ് ഈ നടക്കുന്നത്. അറിവോടുകൂടി ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും എന്താണ് ഈ നടക്കുന്നത്. അറിവാകുന്ന ഗുരു തന്റെ നാവ് കൊണ്ട് ഒരു അറിവിനെ ലോകത്തിലേക്ക് അവതരിപ്പിക്കുന്നു. അത് ലോകത്തിൽ ജീവിക്കുന്ന ആത്മാവ് അനുഷ്ഠിക്കേണ്ട വിധം കൂടെ നിന്ന് പഠിപ്പിക്കുന്നു. അതിനെ പരിശീലിപ്പിക്കുന്നു. ഓരോ പ്രാവശ്യവും അതിനെ പുതുക്കി പുതുക്കി കൊണ്ടുവരുന്നു. അതിന്റെ ആ പരിപൂർണതയിൽ എത്തുമ്പോൾ ആ പരിശുദ്ധിയോടുകൂടി വന്ന് ഗുരുവിനെ കാണുവാനുള്ള അനുമതി നൽകുന്നു. ആ കാഴ്ചയിൽ ഗുരുവിന്റെ രൂപത്തെ ആത്മാവിൽ തെളിഞ്ഞു കാണുവാനുള്ള ഭാഗ്യമേകുന്നു. ഇത് ഗുരുവിനെ കൊണ്ടല്ലാതെ മറ്റൊരാളാലും സാധിക്കുന്ന കാര്യമല്ല. ഇപ്പോൾ ഈ തീർത്ഥാടനം നടക്കുമ്പോ മിക്കവാറും ആളുകൾ ശാഖക്കാർ പാടുന്ന ഒരു കീർത്തനമുണ്ട്. ഗുരുവിനെ കണ്ട് പരമഗുരുവിനെ കണ്ട്, ഗുരുവിനെ കണ്ട്, ഗുരുവിനെ കണ്ട് പരമഗുരുവിനെ കണ്ട്, ഗുരുവിനെ കണ്ട്, ഗുരുവിനെ കണ്ട് എന്നുള്ള സന്തോഷത്തിലാണ് പാടുന്നത്. ഗുരുവിനെ കണ്ടതെന്നുള്ള സന്തോഷത്തിലാണ് പാടുന്നത്. ആ സന്തോഷത്തിലാണ് കീർത്തനം നിങ്ങൾ പാടുന്നത്. ആ സന്തോഷത്തിലാണ് കീർത്തനം. പക്ഷെ അതിന്റെ തൊട്ടടുത്ത വരി എന്താണ്? ഹൃദയവാസിയാകും പരമഗുരുവിനെ കണ്ട്, കാണേണ്ടത് എവിടെയാണ്? ഉള്ളിന്റെ ഉള്ളറക്കെട്ടിനുള്ളിൽ പള്ളി കൊള്ളുന്ന പരമാത്മരൂപത്തെ കാണണം. കാണണം, നീ കാണണം ഗുരുരൂപത്തെ കാണണോ. കാണണം, നീ കാണണോ ഗുരുരൂപത്തെ കാണണോ. കളങ്കമറ്റു കാണണോ, ഖഡ്ഗിയ നീ കാണണോ. കാണണം, നീ കാണണോ ഗുരുരൂപത്തെ കാണണോ. കളങ്കമറ്റു കാണണോ, ഖഡ്ഗിയ നീ കാണണോ. നിഷ്കളങ്ക ജ്ഞാന രൂപമുൾക്കാമിൽ തെളിയണോ. നിഷ്കളങ്ക ജ്ഞാന രൂപമുൾക്കാമിൽ തെളിയണോ. ഖഡ്ഗായുധം ധരിക്കണം, അജ്ഞാനം തകർക്കണോ. നിഷ്കളങ്ക ജ്ഞാന രൂപമുൾക്കാമിൽ തെളിയണോ. ഖഡ്ഗായുധം ധരിക്കണോ, അജ്ഞാനം തകർക്കണോ. അത് ആരുടെ ചുമതലയാണ്? ഈ സത്യം സ്വീകരിച്ച് മരണക്കിടക്ക വരെയും ജീവിക്കാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഓരോ ആത്മാവിന്റെയും കടമയാണ്. സത്യജീവിതത്തിലൂടെ പരിശുദ്ധമായി
സത്യജീവിതത്തിലൂടെ പരിശുദ്ധമായി ഉൾക്കാമ്പിൽ നിഷ്കളങ്ക ജ്ഞാനരൂപത്തെ തെളിയിച്ച് ഏത് അജ്ഞാനത്തെയും സംഹരിക്കുവാനുള്ള ഉത്തമ പടവാളായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുക. അതിനുള്ള ശക്തി നിങ്ങളിൽ വർദ്ധിപ്പിക്കുവാൻ, അതിനുള്ള ആരോഗ്യം നിങ്ങളിൽ വർദ്ധിപ്പിക്കുവാൻ, അതിനുള്ള ശ്രേഷ്ഠമായ ഗുണങ്ങൾ നിങ്ങളിൽ വർദ്ധിപ്പിക്കുവാൻ ഉന്നതനാകുന്ന ദൈവം തന്നതാണ് ഈ 12 വെള്ളിയാഴ്ച വ്രതം. വ്രതമെടുക്കുവിൻ ശക്തി വരട്ടുള്ളിൽ, അജ്ഞാന ലോക സംഹാരം നടത്തുവാൻ. അങ്ങനെ അജ്ഞാന ലോക സംഹാരം നടത്തുവാനുള്ള വിശുദ്ധി ഈ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ നിങ്ങളിലേക്ക് ആർജിക്കുകയാണ്. കൃത്യവും സത്യവുമായി ആത്മാർപ്പണം ചെയ്തുകൊണ്ട് ആരെല്ലാം ഈ വ്രതം എടുത്തിട്ടുണ്ടോ അവർക്കെല്ലാം ഉന്നതമായ സൗഭാഗ്യം ഹൃദയത്തിൽ അനുഭവമായിക്കൊണ്ടേയിരിക്കുകയാണ്. അവരാണ് പാടുന്നത്, ഗുരുവിനെ കണ്ട് പരമഗുരുവിനെ കണ്ട്, ഹൃദയവാസിയാകും പരമഗുരുവിനെ കണ്ട്, ആദി അന്തം അറിവായി വാഴും ഗുരുവിനെ കണ്ട്, ആദി അന്തം അറിവായി വാഴും ഗുരുവിനെ കണ്ട്, ആദിനാഥനാകും പരമഗുരുവിനെ കണ്ട്, ഗുരുവിനെ കണ്ട്, കലിയുഗത്തിൽ അവതരിച്ച പരിസംഹാരിയാകും പരമഗുരുവിനെ കണ്ട്. ഈ കാഴ്ച ഓരോ ഹൃദയത്തിലും കാണുവാൻ തക്ക വിധത്തിൽ, അത് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതല്ല, ഇത് സത്യമായും ഉള്ള കാര്യമാണ് പറയുന്നത്. നടക്കാത്ത ഒരു കാര്യം പറയുകയല്ല. അങ്ങനെ കണ്ടവർ അനേകരുണ്ട്, ആ അനുഭവത്തിൽ ജീവിക്കുന്നവരുണ്ട്. വിട്ടുപിരിയാൻ കഴിയാത്ത ആ പരമാത്മാ ജീവാത്മാ അനുരാഗത്തിൽ കഴിയുന്നവരുണ്ട്. അത് ലോകത്തിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള അനുരാഗമല്ല, ഏകപുരുഷനാത്മാവും തന്റെ സൃഷ്ടിയാകുന്ന നാരിയും തമ്മിലുള്ള അനുരാഗമാണ് നടക്കുന്നത്. ലോകത്തിൽ ഒരു പുരുഷനേ ഉള്ളൂ, അത് പരമാത്മാവാണ്. മറ്റുള്ളതെല്ലാം സൃഷ്ടിയുടെ നടത്തിപ്പിന് വേണ്ടി രൂപം കൊടുത്ത് നിലനിർത്തിയിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ ആ പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള അനുരാഗം അറിവോടുകൂടി ജീവിച്ച് വിശുദ്ധരായി തീരുന്ന ആത്മാക്കൾക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവരാണ് പറയുന്നത്, പരമാത്മാവിനെ മതി എനിക്ക്, എന്റെ പരമാനന്ദം മതി എനിക്ക്. അവർക്ക് ഒരിക്കലും വിട്ടുപിരിയാൻ കഴിയില്ല. അങ്ങനെ വിട്ടുപിരിയാൻ കഴിയാത്ത വിധത്തിൽ ഗുരുവുമായുള്ള ബന്ധവും സ്നേഹവും വർദ്ധിച്ചു വരുവാൻ. അപ്പൊ ചിലരാലോചിക്കട, ഗുരുവുമായിട്ട് അങ്ങനെ സ്നേഹവും ബന്ധവും വർദ്ധിച്ചാൽ ലോകകാര്യമൊക്കെ എങ്ങനെ നടക്കും? വർഷങ്ങളായി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന അനേകം ആളുകളുണ്ട്. 50-60 വർഷമായവരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ജീവിത കാര്യങ്ങൾ എത്ര ലളിതമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ ആളുകൾ പ്രയാസപ്പെടുന്നത് പോലെ അവരുടെ കാര്യങ്ങൾക്ക് അവർ പ്രയാസപ്പെടേണ്ടി വരുന്നില്ല. എന്തുകൊണ്ട്? സദ്ഗുരുവുമായുള്ള ബന്ധം നിൽക്കുന്നത് കൊണ്ട്. ദുഃഖകാരണമായ ഒരു വസ്തു മുന്നിൽ വരുമ്പോൾ ഉള്ളിലിരുന്നു കൊണ്ട് പറയും, കുഞ്ഞെ നീ അങ്ങോട്ട് പോകണ്ട,
അങ്ങോട്ട് പോകണ്ട. ദുഃഖകാരണമായ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ദുഃഖകാരണമായ ഒരു സാഹചര്യം ഉണ്ടാകും. ചൈതന്യമായി നിൽക്കുന്ന ഗുരു അവിടെ ഇരുന്നുകൊണ്ട് പറയും, കുഞ്ഞെ നീ അങ്ങോട്ട് പോകണ്ട. ചൈതന്യമായി ഗുരുവോട് എന്നോട് പറയും, കുഞ്ഞെ നീ അങ്ങോട്ട് പോകണ്ട. അതിനുള്ള സാഹചര്യം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള സാഹചര്യം ഒഴിവാക്കുകയാണ്. അങ്ങോട്ട് പോകാൻ അനുവദിക്കുകയില്ല. അങ്ങോട്ട് പോകാൻ അനുവദിക്കില്ല. ആ ദുഃഖത്തിലേക്ക് പോകാൻ അനുവദിക്കുകയില്ല. ദുഃഖത്തിലേക്ക് പോകാൻ തന്റെ ദൂതന്മാർ കാവലായി നിന്നുകൊണ്ട് ആ ആത്മാവിനെ സംരക്ഷിക്കും. ഭഗവാന്റെ ദൂതന്മാർ കാവലായി നിന്നുകൊണ്ട് ആ ആത്മാവിനെ സംരക്ഷിക്കും. എന്നാൽ അവർക്ക് ജീവിത ആവശ്യത്തിന് വേണ്ട സാഹചര്യങ്ങൾ, എന്നാൽ അവർക്ക് ജീവിതാവശ്യത്തിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ അതും അത്ഭുതമായവരുടെ മുന്നിലേക്ക് കൊണ്ടുവന്നെത്തിക്കും. അതും അത്ഭുതകരമായ നിലയിൽ അവരുടെ മുന്നിലേക്ക് ഇങ്ങനെ അനുഭവമുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ദേവന്മാർ കൂടെയുണ്ട്, പരമ്പര ദൂതന്മാർ കൂടെയുണ്ട്. ദേവന്മാർ കൂടെയുണ്ട്, ദേവന്മാർ സർവലോകങ്ങളിലും നിവാസിക്കും ആത്മാക്കൾ കൂടെയുണ്ട്. സർവലോകങ്ങളിലും നിവാസിക്കും ആത്മാക്കൾ കൂടെയുണ്ട്. ആരാധിച്ചാനന്ദിക്കാം, നമുക്കെന്നും ആരാധിച്ചാനന്ദിക്കാം. ആരാധിച്ചാനന്ദിക്കാം, നമുക്കെന്നും ആരാധിച്ചാനന്ദിക്കാം. ഓ, ഈ വ്രതമെടുത്തുകൊണ്ട് വന്നിരിക്കുന്ന നിങ്ങളോട്, ഈ വ്രതമെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് നമ്മളോട് ഈ വ്രതത്തിന്റെ പ്രാധാന്യം തന്നെയാണ് വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വ്രതത്തിന്റെ പ്രാധാന്യമാണ് വീണ്ടും വീണ്ടും ഗുരുനാഥൻ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? ഒരു വ്രതമെടുത്തു, അതിപ്പോൾ സമർപ്പിക്കുന്നു. ഇനി ഞാൻ വ്രതത്തിലല്ല എന്നൊരിക്കലും ആരും തീരുമാനിക്കരുത്. നമുക്ക് 4 നാൾ ആചാരം, 3 നാൾ വിശുദ്ധ വ്രതം എന്ന ചിട്ടയിലാണ് ആത്മബോധോദയ സംഘ നിയമപ്രകാരമുള്ള ജീവിതം. നമുക്ക് 4 നാൾ ആചാരം, 3 നാൾ വിശുദ്ധ വ്രതം എന്നുള്ള ചിട്ടയിലാണ് ആത്മബോധോദയ സംഘ നിയമപ്രകാരമുള്ള ജീവിതം. ആ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും നമ്മൾ മാറ്റപ്പെടുന്നില്ല. അത് എന്നുവരെ എന്നാണ് പറഞ്ഞത്? മരണക്കിടക്ക വരയുമെന്റെ ഗുരുവരനുടെ, മരണക്കിടക്ക തിരുകൽപ്പന പാലിച്ചു ഞാൻ ജീവിതം ചെയ്യാം. മരണക്കിടക്ക വരയുമെന്റെ ഗുരുവരനുടെ, തിരുകൽപ്പന പാലിച്ചു ഞാൻ ജീവിതം ചെയ്യാം. അപ്പോൾ മനസ്സാ വാച കർമ്മണ ഗുരുവിന്റെ ഇഷ്ടം മാത്രം ചെയ്ത് ജീവിക്കുന്ന ജീവിതമാണ് യഥാർത്ഥമായ നിയമജീവിതം. ആ, അവരവരുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിതത്തെ മാറ്റിമറിച്ചാൽ, ഗുരുവിന്റെ ഇഷ്ടത്തെ മറപിടിച്ചാൽ ഒരിക്കലും ശാശ്വതമായ സുഖം ആത്മാവിൽ കാണുവാനോ ആനന്ദിക്കുവാനോ കഴിയില്ല. അതുകൊണ്ട് നിത്യസുഖത്തെ കരുതി ജീവിക്കുന്നതാണ് ആധ്യാത്മിക ജീവിതം. അപ്പോൾ നമുക്ക് വ്രതം അവസാനിക്കുന്നുണ്ടോ? നിയമജീവിതം അവസാനിക്കുന്നുണ്ടോ? ഇല്ല. ആ പരമഗുരുവിൽ ചെന്ന് ചേരും നിമിഷം വരെയും ആ നിയമത്തിൽ കൂടി നമ്മൾ ജീവിതം ചെയ്യണം. ഈ വ്രതങ്ങൾ ഓരോന്നും ഈ വിധത്തിലാണ് നിയമിച്ചിരിക്കുന്നതെന്നുള്ള സത്യം നിങ്ങൾ വീണ്ടും ഓർക്കണം. നിയമിച്ച് ദാനം ചെയ്തിരിക്കുന്നത് ഈ വിധത്തിലാണെന്ന് നിങ്ങൾ എപ്പോഴും ഓർക്കണം. ആ ഓർമ്മയോടുകൂടി ജീവിച്ചെങ്കിലേ ഈ പരമാനന്ദ സ്വർഗസുഖത്തിൽ എന്നും ജീവിതം ചെയ്യുവാൻ കഴിയും. അതുകൊണ്ട് ഒരു കാരണവശാലും നിയമത്തെറ്റ് ചെയ്യാൻ പാടില്ല. സത്യവിരുദ്ധമായ ജീവിതം ചെയ്യാൻ പാടില്ല. ഗുരുവിനെ തള്ളി ചിന്തിക്കുവാനോ പറയുവാനോ പ്രവർത്തിക്കുവാനോ പാടില്ല.
എപ്പോഴും തിരുവിഷ്ടങ്ങൾ മാത്രം ചിന്തിക്കുകയും എപ്പോഴും തിരുവിഷ്ടം മാത്രം ചിന്തിക്കുകയും ആ തിരുകൽപ്പനകളെ ആരാഞ്ഞറിഞ്ഞ് ജീവിതം ചെയ്യുകയും ആ തിരുകൽപ്പനകളെ ആരാഞ്ഞറിഞ്ഞ് ജീവിതം ചെയ്യുകയും അങ്ങനെ ചിന്തയും ബന്ധവും ഗുരുവിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുകയും ചെയ്താൽ അങ്ങനെ ചിന്തയും ബന്ധവും ഗുരുവിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുകയും ചെയ്താൽ ആനന്ദിക്കാം ആത്മാക്കൾ, ആനന്ദിക്കാം ആത്മാക്കൾ. ആപത്തൊന്നും കൂടാതെ ആനന്ദിക്കാം ആത്മാക്കൾ. എന്ന എന്റെ ഹൃദയത്തിലെ ആഗ്രഹം പരിപൂർണമായി നിങ്ങളിൽ സാധ്യമാകും. എന്നാൽ ഗുരുവിന്റെ തിരുഹൃദയത്തിലെ ആഗ്രഹം പരിപൂർണമായി നമ്മളിൽ സാധ്യമാകും. എന്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ് ഞാൻ കീർത്തിച്ചത്. തിരുഹൃദയത്തിലെ ആഗ്രഹമാണ് ആപത്ത് കൂടാതെ എന്റെ സന്താനങ്ങൾ എന്നും ആനന്ദമായി ലോകത്ത് ജീവിക്കണം. ആപത്ത് കൂടാതെ ഓരോ സന്താനങ്ങൾ എന്നും ആനന്ദമായി ലോകത്ത് ജീവിക്കണം. അതിനെന്ത് വേണം? ഗുരുരൂപം കാണണം, ഗുരു നിയമങ്ങൾ പാലിക്കണം. ഗുരുരൂപം കാണണം, ഗുരു നിയമങ്ങൾ അങ്ങനെ പാലിച്ചും അനുഷ്ഠിച്ചും ജീവിതം ചെയ്യുന്നവർക്ക് അങ്ങനെ പാലിച്ചും അനുഷ്ഠിച്ചും ജീവിതം ചെയ്യും. ആനന്ദിക്കാം, നമുക്ക് ആനന്ദിക്കാം, സൽഗുരു നാമത്തിൽ ആനന്ദിക്കാം. ആനന്ദിക്കാം, നമുക്ക് ആനന്ദിക്കാം, സൽഗുരു നാമത്തിൽ ആനന്ദിക്കാം. സൽഗുരു നിയമങ്ങൾ പാലിച്ചെന്നാൽ സദ്ഗുരു നാമത്തിൽ ആനന്ദിക്കാം. സദ്ഗുരു നിയമങ്ങൾ പാലിച്ചെന്നാൽ സദ്ഗുരു നാമത്തിൽ ആനന്ദിക്കാം. ആനന്ദിക്കാം, നമുക്ക് ആനന്ദിക്കാം, സദ്ഗുരു നാമത്തിൽ ആനന്ദിക്കാം. സദ്ഗുരു കൽപ്പന കേട്ടു നിത്യം ജീവിതം ചെയ്തെന്നാൽ ആനന്ദിക്കാം. സദ്ഗുരു കൽപ്പന കേട്ടു നിത്യം ജീവിതം ചെയ്തെന്നാൽ ആനന്ദിക്കാം. സദ്ഗുരു ഗുരുരൂപം കാണുവാൻ ആഗ്രഹിച്ചു ജീവിതം ചെയ്തെന്നാൽ ആനന്ദിക്കാം. ഗുരുരൂപം കാണുവാൻ ആഗ്രഹിച്ചു ഗുരുരൂപം കാണുവാൻ ആഗ്രഹിച്ചു ജീവിതം ചെയ്തെന്നാൽ ആനന്ദിക്കാം. ആശ്രയിച്ചും എന്നു ആരാധിച്ചും ജീവിതം ചെയ്തെന്നാൽ ആനന്ദിക്കാം. ആശ്രയിച്ചും എന്നു ആരാധിച്ചു ജീവിതം ചെയ്തെന്നാൽ ആനന്ദിക്കാം. ആശ്രയിച്ചും എന്നു ആരാധിച്ചും ജീവിതം ചെയ്തെന്നാൽ ആനന്ദിക്കാം. ആനന്ദിക്കാം, നമുക്ക് ആനന്ദിക്കാം, സദ്ഗുരു നാമത്തിൽ ആനന്ദിക്കാം. ആനന്ദിക്കാം, നമുക്ക് ആനന്ദിക്കാം, സദ്ഗുരു നാമത്തിൽ ആനന്ദിക്കാം. ആനന്ദം വേണ്ടാത്തവരെല്ലാം കൈവക്ക്.
എല്ലാവർക്കും വേണം, എല്ലാവർക്കും വേണം. എന്നാ ആനന്ദം വേണ്ടവർ കൈവക്ക്. ആശ്രയിച്ചു എന്നും ആരാധിച്ചു ജീവിതം ചെയ്തെന്നാൽ ആനന്ദിക്കാം. ആശ്രയിച്ചു എന്നും ആരാധിച്ചു ജീവിതം ചെയ്തെന്നാൽ ആനന്ദിക്കാം. ഗുരുവിനെ ആശ്രയിച്ചും ആരാധിച്ചും ജീവിതം ചെയ്താൽ എന്നും ആനന്ദമായി നമുക്ക് ജീവിക്കാം. അവിടെ വ്യത്യാസം വരുന്നത് എപ്പോഴാണ്? അവരവരുടേതായ ചിന്താഗതികൾ അഥവാ സ്വാർത്ഥത വരുമ്പോഴാണ്. സ്വാർത്ഥത വെടിഞ്ഞ് പരോപകാരാർത്ഥമായ ചിന്തയോടുകൂടി ലോകത്തിൽ ജീവിതം ചെയ്താൽ ഒരിക്കലും നമ്മളിൽ ആശ്രയക്കുറവ് ഉണ്ടാവുകയില്ല, ഒരിക്കലും നമ്മൾ അപരാധം ഉണ്ടാവുകയില്ല. ആരാധനയ്ക്കെതിരാണ് അപരാധം. അതുകൊണ്ട് അപരാധങ്ങൾ ഉണ്ടാകാതെ എന്നും ആരാധിച്ചും ആശ്രയിച്ചും ജീവിതം ചെയ്യുവാൻ കരുത്തുള്ളവരായി, ആത്മവീര്യമുള്ളവരായി, ആത്മഗുണമുള്ളവരായി ലോകത്തിൽ ജീവിതം ചെയ്യുവാൻ മഹാശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കുവാനാകട്ടെ. ഒരു നിമിഷം പോലും ഗുരുവിനെ വിട്ട് അന്യമായി ചിന്തിക്കുവാനോ പറയുവാനോ കർമ്മിക്കുവാനോ ഇടവരാതെ സർവശക്തിയുമായി ചേർന്ന് ഇണങ്ങി എപ്പോഴും ജീവിതം ചെയ്യുക. ഇതുപോലൊരു സുഖം ഭൂമിയിൽ വേറെ എങ്ങും ഉണ്ടാവുകയില്ല, ഇതുപോലൊരു ആനന്ദം വേറെ ഉണ്ടാവുകയില്ല. സദ്ഗുരുവും ആത്മാവും ചേർന്ന് കഴിഞ്ഞാൽ എപ്പോഴും സന്തോഷമാണ്, എപ്പോഴും ആനന്ദമാണ്. സദ്ഗുരുവും താനും ഒന്നായി ഈ പാരിടത്തിൽ വന്നുപോയെനിക്കു സന്തോഷമോ. സദ്ഗുരുവും താനും ഒന്നായി ഈ പാരിടത്തിൽ വന്നുപോയെനിക്കു സന്തോഷമോ. സദ്ഗുരുവും താനും ഒന്നായി ഈ പാരിടത്തിൽ വന്നുപോയെനിക്കു സന്തോഷമോ. ലോകവാഴ്ച മൂലമെന്നുള്ളിൽ ക്ലേശം കൂടാതെ വന്നുപോയെനിക്കു സന്തോഷമോ. ലോകവാഴ്ച ലോകവാഴ്ച മൂലമെന്നുള്ളിൽ ക്ലേശം കൂടാതെ വന്നുപോയെനിക്കു സന്തോഷമോ. എങ്ങനെയാണെങ്കിലാണ് സന്തോഷം? എന്നും സന്തോഷം നമുക്കെന്നും സന്തോഷമോ. എന്നും സന്തോഷം സത്യമായി ജീവിച്ചു എന്നും സന്തോഷമോ. എന്നും സന്തോഷം നമുക്കെന്നും സന്തോഷമോ. നമ്മൾ സത്യമായി ജീവിക്കുമ്പോൾ എന്നും സന്തോഷം. ഓ സത്യമാൻ ജീവിതം നിത്യാനന്ദം എപ്പോഴും എല്ലാവർക്കും അനുഭവമാകുമാറാകട്ടെ. ദിവസം വന്നു ചേർന്ന നിങ്ങളെല്ലാവരെയും ഇത് ആളാമ്പ്രതി ഞാൻ ദർശിച്ച് അനുഗ്രഹിക്കുകയാണ്. സർവ്വനേർച്ചകളും ഇതാ സ്വീകരിക്കുന്നു. ഇരുമുടിക്കെട്ടുകളും കാഴ്ചകളായി അർപ്പിച്ചതും ദക്ഷിണകളായി അർപ്പിച്ചതും എല്ലാം ഞാനിതാ സ്വീകരിക്കുന്നു. സർവശക്തി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നും ആദർശധീരമായ കർമ്മങ്ങളിലൂടെ ആനന്ദം അനുഭവിക്കുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈ ആദർശ മഹാക്ഷേത്രത്തിന്റെ മുൻപിലായി ഇതാ മഹാഗോപുരം ഉയർന്നു വരുന്നു. അതിന്റെ
അതിന്റെ പരിപൂർണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിപൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വേഗം അത് പൂർത്തീകരിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിച്ച് ഉദ്ഘാടനം നിർവഹിക്കുവാൻ അതിയായ ആഗ്രഹമുണ്ട്. ഏറ്റവും വേഗം അത് സർവശക്തി സാധ്യമാക്കി തരട്ടെ. ഏറ്റവും വേഗം സർവശക്തി നമുക്ക് എല്ലാവർക്കും കൂടി ഒത്തുചേർന്ന് നിന്നുകൊണ്ട് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ നമുക്ക് എല്ലാവർക്കും കൂടി എത്തുനിന്നുകൊണ്ട് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. മഹാശക്തി അനുവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. മഹാശക്തി അനുവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഉന്നതമായ കർമ്മത്തിനായി ഉന്നതമായ കർമ്മത്തിന് മഹാശക്തി അനുവദിച്ച് മഹാശക്തി അനുവദിച്ച് നിയോഗിച്ച് നിലനിർത്തിയിരിക്കുന്ന ആത്മദീപത്തെ ആത്മദീപമാതാവിനെ ആയുരാരോഗ്യ സൗഖ്യത്തോടെ സർവദാ കരുതുമാറാകട്ടെ. സൗഖ്യത്തോടെ സർവ്വതാകരുമാറാകട്ടെ. അതുപോലെ രാജഗോപാലിനെയും ആ കുടുംബത്തെയും അതുപോലെ രാജഗോപാലനെ, ആ കുടുംബത്തെ, സ്ഥപതികളെയും ശില്പികളെയും എല്ലാം എപ്പോഴും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം എപ്പോഴും ഓർത്തുകൊണ്ട് നമുക്ക് സർവശക്തി പ്രാർത്ഥനകൾ സ്വീകരിക്കട്ടെ, സർവശക്തി പ്രാർത്ഥനകൾ സ്വീകരിക്കട്ടെ. ഏറ്റവും ഉന്നതമായി പൂർത്തീകരിക്കട്ടെ, ഏറ്റവും ഉന്നതമായി മഹാചൈതന്യ വിളംബരമായി നിലകൊള്ളട്ടെ. മഹാചൈതന്യ വിളംബരമായ ലോകം. അനേക കോടി ആത്മാക്കൾ ഇത് കണ്ട് ആകർഷിക്കപ്പെടട്ടെ. അനേക കോടി ആത്മാക്കൾ ഇത് കണ്ട് ആകർഷിക്കപ്പെടട്ടെ. ശുഭാനന്ദ നാമം അറിയപ്പെടട്ടെ. ഭാരതനാമം സർവരാജ്യങ്ങളിലും ശുഭാനന്ദ ആദർശ സ്ഥാപനങ്ങൾ ഉയരട്ടെ. സർവ്വരാജ്യങ്ങളിലും ശുഭാനന്ദ ആദർശ സ്ഥാപനം. എല്ലാ ഭാഷകളിലും ഈ സത്യത്തെ വിതരണം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകട്ടെ. എല്ലാ ഭാഷകളിലും ഈ സത്യത്തെ വിതരണം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകട്ടെ. ഈ ജന്മാന്തര ജ്ഞാനോപദേശം ഈ ജന്മാന്തര ജ്ഞാനം കലിയുഗ ഖഡ്ഗി അനുവദിച്ചു തന്ന ഈ മലയാളം കലിയുഗയ്ക്ക് അനുവദിച്ചു തന്ന ഈ മലയാളം ലോകം മുഴുവൻ അംഗീകരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകട്ടെ. ലോകം മുഴുവൻ അംഗീകരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അങ്ങനെ സർവഭാഷകൾ സംസാരിക്കുന്നവരും അങ്ങനെ സർവ്വഭാഷകൾ സംസാരിക്കുന്നവരും ഈ ജ്ഞാനം ഗ്രഹിച്ച് ഇതിൻ പ്രകാരം ഇതിനെ അനുസരിച്ചും ആശ്രയിച്ചും ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാകട്ടെ. ഈ ജ്ഞാനം ഗ്രഹിച്ച് ഇപ്രകാരം അനുസരിച്ച് ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാകട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമുക്ക് ഉന്നതന്റെ തീരുമാനങ്ങളാണിതെല്ലാം, സർവശക്തിയുടെ തീരുമാനങ്ങളാണിതെല്ലാം. എന്നും നടത്തുവാൻ മഹാശക്തി വാഴട്ടെ, എന്നും നടത്തുവാൻ മഹാശക്തി വാഴട്ടെ. പ്രത്യക്ഷമായി വാഴട്ടെ, പ്രത്യക്ഷമായി വാഴട്ടെ. സർവശക്തി വാഴട്ടെ, സർവലോകനാഥൻ വാഴട്ടെ. ആദിനാഥനായ സർവലോകനാഥൻ, ആദിനാഥൻ കലിയുഗത്തിൽ ഖഡ്ഗിയായി ഉദയമായി വന്നു.